നമസ്കാരമുണ്ട്. നമ്മളിപ്പോ തുടർച്ചയായി 3-ാം വർഷമാണ് വനിതാ പുലിയായിട്ട് വേഷം കെട്ടാൻ വരുന്നത് അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു മുമ്പത്തെ അനുഭവങ്ങളൊക്കെ? അടിപൊളി. അത് അടിപൊളിയായതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും ഇറങ്ങുന്നത്. ആദ്യമൊക്കെ വനിതകൾ പുലിവേഷം കിട്ടുമ്പോ വനിതകൾ വേഷം കിട്ടുമെന്ന ചോദ്യം ആദ്യം കേട്ടിട്ടുണ്ടാവും അല്ലെ, മുമ്പൊക്കെ ഉയർന്നത്. ഇപ്പൊ എങ്ങനെയാ അതൊക്കെ ആയിട്ട് ആളുകളൊക്കെ പൊരുത്തപ്പെട്ടു? പിന്നെ തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടു. ഒരുപാട് പേര് വരട്ടെ, പെൺപിള്ളികളായിട്ട് ഒരുപാട് പേര് ഇറങ്ങട്ടെ. ഈ വനിതാപ്പുലിയും ആദ്യം പങ്കെടുപ്പിക്കുന്നതിന് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇവര് ഫസ്റ്റ് അയ്യന്തോൾ ടീമായിട്ടാണ് 3 കൊല്ലം മുമ്പ് അയ്യന്തോൾ ടീമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നിമിഷത്തിൽ തലേ ദിവസം അവരടുത്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു സംഭവം വന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ നമ്മളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ വനിതാ പ്രാതിനിധ്യം എപ്പോഴും എല്ലാത്തിലും നമ്മൾ സംവരണമടക്കം 50% സംവരണം എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് ഇവരെ അവഗണിച്ച നിലയ്ക്ക് ഇവർ നമ്മളെ സമീപിച്ചപ്പോൾ നമ്മുടെ ഇരു കൈയോടുകൂടി സ്വീകരിച്ചു. അതിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഈ 3-ാം വർഷം നിമിഷ വിനോദിയുടെ. പിരിച്ചുവിടുന്നോളം പറഞ്ഞ അവരോട് ഉണ്ടാവും. ശരിക്ക് സാധാരണ മണിക്കൂറുകൾ നീളുന്ന ഒരു അധ്വാനമാണുള്ളത്. എങ്ങനെയാണ് ഇതിനെ ആസ്വദിക്കുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുലികളി. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പുലികളി കാണുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇവരുടെ കൂടെ ഇറങ്ങാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് അതിനൊരു അവസരം തന്ന സീതാറാം വിലുദേശക്കാരും ഇവര് ടീംസൊക്കെയാണ്. അത് മാത്രമല്ല ഇരുകൈ നീട്ടി നമ്മളെ സ്വീകരിച്ചു. അവരുടെ കൂട്ടത്തില് നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിട്ട് അവരെ പോലെ ഒരു വ്യക്തിയായിട്ട്, അത് പെണ്ണെന്നൊരു നിലയ്ക്കല്ല, അവരുടെ കൂടെ ഒരാളായിട്ട് തന്നെ നമ്മളെ അവർ ചേർത്ത് നിർത്തി. ഞങ്ങള് വന്നപ്പോ തന്നെ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. അംഗീകാരമാണ്. അതെ തീർച്ചയായിട്ടും. ഏത് വേഷമാണ്, ഏത് പുലിയുടെ വേഷം? അത് നമ്മുടെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റിനെ അറിയത്തുള്ളത്. അതെ, അതൊക്കെ സസ്പെൻസ് ആണ്. അതെ അതെ. അപ്പൊ 1 മണിക്കൂറുള്ള നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്താം. എന്നാണെങ്കിലും പുലിപടകള് ഉണർന്നു കഴിഞ്ഞു, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുലികളായി ഓരോ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇനിയുള്ള മണിക്കൂറുകളിൽ ആരാണ്, ഏത് പുലിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്താണെങ്കിലും പുലിപടകളുടെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പുലിപടകളിൽ പുലികൾ ഒരുങ്ങുകയാണ്. ഭവ്യ, അതാണ് അനുബോധ. ഇവിടെയും വ്യത്യസ്തമായ പുലികളുണ്ട്. അത് മാത്രം ഒരു അച്ഛൻ പുലിയും ഒരു മകൻ പുലിയുണ്ട്. നമുക്ക് അവരിലേക്ക് വരണം. അതോടൊപ്പം തന്നെ ഇതാ വ്യത്യസ്തമായിട്ട് വെള്ളപ്പുലികളൊക്കെ ഉണ്ട്. ആ വെള്ളപ്പുലിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, അവരേക്കൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വളരെ വേഗം ചെറിയൊരു ഇടവേള എടുത്ത് വളരെ വേഗം ഈ പുലികളുടെ പുലികളുടെ വിശേഷങ്ങളിലേക്ക് എത്താം. ഷോർട്ട് ബ്രേക്ക്.